നമസ്കാരം. LBSയിൽ BSc നേഴ്സിങ്ങിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നിവയെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ LBSന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ കുട്ടികളും അത് ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ട്രയൽ മാത്രമായിരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്തും അലോട്ട്മെൻറ്റ് കിട്ടിയ അല്ലെങ്കിൽ സീറ്റ് ലഭിച്ച ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സീറ്റ് ലഭിച്ച എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റ്സ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ അപ്രോച്ച് ചെയ്ത് അവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല, ഒരുപാട് വിഷമം പറഞ്ഞു, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ലായിരുന്നു എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഇതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മാത്രമാണ്. ഓക്കെ, ഇനി അതിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരാനുണ്ട്, തേർഡ് അലോട്ട്മെൻറ്റ് വരാനുണ്ട്, സ്പോട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിൽ വളരെയധികം ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയും വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള കാര്യമാണ്, നമ്മളിപ്പോൾ എൽ ബി എസിൻ്റെ നമ്മൾ അലോട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള LBSൻ്റെ സെൻട്രൽ കയറി അല്ലെങ്കിൽ LBSൻ്റെ സൈറ്റിൽ കയറി നോക്കുന്ന സമയത്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോൾ LBSൻ്റെ സ്കോർ മാത്രമല്ല അലോട്ട്മെൻറ്റിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്, കാറ്റഗറിയും കൂടെയാണ് അല്ലേ? ഇപ്പോൾ ഒരേ മാർക്കുള്ള കുട്ടികൾക്ക് തന്നെ സീറ്റ് ലഭിച്ചവരും ഉണ്ടാവാം, സീറ്റ് ലഭിക്കാത്തവരും ഉണ്ടാവാം. അവരുടെ കാറ്റഗറിയും കൂടെ ഇതിൽ മെയിനായിട്ടൊരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് അതിനെക്കുറിച്ചൊരു അതിൻ്റെ ഒരു എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഏത് രീതിയിൽ നമുക്ക് അതിനുള്ള അവസരം എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് അതിനുള്ളൊരു അവസരമുണ്ടോ, സാധ്യത നമുക്കുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ പല കുട്ടികൾക്കും അതിൻ്റെ ഒരു ഡൗട്ടുണ്ട്, പലരും അതിനെക്കുറിച്ചൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനായി ആദ്യമേ LBS സെൻറ്ററിൻ്റെ ഗൂഗിളിൽ കയറി LBS സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റ് വരും. LBS സെൻറ്ററിൽ വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. അതിൽ അവർ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞുള്ളതിൽ നമ്മൾ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ്, നേഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ്, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വാട്ട്സ് ന്യൂ എന്ന് പറയുന്നൊരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. വാട്ട്സ് ന്യൂ എന്ന് പറയുന്ന ഇൻ്റർഫേസ് ഓപ്പണായി വരുമ്പോൾ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് എന്ന് പറയുന്ന ഇൻ്റർഫേസിൽ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ പ്രോസ്പെക്ടസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രോസ്പെക്ടസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രോസ്പെക്ടസിൻ്റെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിങ്ങനെയാണ് പേജ്: ഗവൺമെൻറ് ഓഫ് കേരള പ്രോസ്പെക്ടസ് ഫോർ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീംസ് 2025-26 എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഓപ്പണായി വരും. ഓപ്പണായി വരുന്ന സമയത്ത് നിങ്ങൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറേ പേജ് ഉണ്ട് ആ പ്രോസ്പെക്ടസിൽ. അപ്പോൾ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പേജ് നമ്പർ 2 കോണ്ടൻസ്, പേജ് നമ്പർ 3 ഇൻട്രൊഡക്ഷൻ, പേജ് നമ്പർ 4 ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പേജ് നമ്പർ 6 ഫോർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഡൗണിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫോർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ താഴെ നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ, താഴത്തേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് കാറ്റഗറി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ സീറ്റ് ലഭിക്കുന്ന കാറ്റഗറൈസേഷൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ്, വളരെ നല്ലൊരു ഫോർമുലേഷനാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഓരോ കമ്മ്യൂണിറ്റിക്കും അല്ലെങ്കിൽ ഓരോ കാസ്റ്റിനും അനുയോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പോപ്പുലേഷൻ അനുയോജ്യമായ രീതിയിലുള്ള വളരെ നല്ലൊരു രീതിയിലുള്ളൊരു ഫോർമുല ഡിസ്ട്രിബ്യൂഷൻ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഒരു സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പെർസെൻറ്റേജ് റേഞ്ച് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൽ തന്നെ 4 കാറ്റഗറൈസേഷനാണ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് SM, ഫോർവേഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു EWS കാറ്റഗറി. ഓക്കെ, മൂന്നാമതായി വരുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് SC/BC. നാലാമതായിട്ട് വരുന്നത് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്. ഇങ്ങനെ 4 കാറ്റഗറൈസേഷനിലാണ് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാറ്റഗറി ബേസിൽ പ്രധാനമായിട്ടും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ 4 ടൈപ്പാണ് വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് സ്റ്റേറ്റ് മെറിറ്റ് SM എന്ന് പറയുന്ന കാറ്റഗറിക്ക് 50% നമുക്കിവിടെ പെർസെൻറ്റേജ് ആണ് നമുക്കിവിടെ അറിയാൻ പറ്റുന്നത്. 50% സീറ്റ് അവൈലബിലിറ്റി ആണ് ഉള്ളത്. അതുപോലെ സെക്കൻഡായിട്ട് വരുന്ന സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്.
സെക്കൻഡ് ആയിട്ടല്ല, സെക്കൻഡ് ആയിട്ട് വരുന്നത് ഫോർവേഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു EWS കാറ്റഗറി. അതിൽ നമുക്ക് വരുന്നത് 10% ആണ്. 10% ആണ് നമുക്ക് അവിടുത്തെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് EWS കാറ്റഗറിയിൽ. അതുപോലെ തന്നെ മൂന്നാമതായിട്ടാണ് വരുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് SCBC. അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും 30% സീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ SCBCയുടെ അണ്ടറിലേക്ക് താഴേക്ക് നല്ല വ്യക്തമായി നിങ്ങൾ നോക്കുക. SCBCക്ക് 30% സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നുണ്ട്. അതിന് താഴേക്ക് നോക്കുന്ന സമയത്ത് കുറച്ചധികം കാസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പം SCBCയുടെ അണ്ടറിൽ വരുന്ന കാസ്റ്റുകളാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. SCBC എന്ന് പറയുന്ന കാറ്റഗറിയുടെ അണ്ടറിലാണ് ഇത്രയും കാസ്റ്റുകൾ വരുന്നത്. അപ്പോൾ എല്ലാ കാസ്റ്റുകൾക്കും കൂടെ വരുന്ന ഒരു സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് 30% എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇനി ഏതൊക്കെയാണ് ആ കാസ്റ്റുകൾ? ഈഴവ, AZ, മുസ്ലിം, MU, അതർ ബാക്ക്വേർഡ് ഹിന്ദു, BH, ഇങ്ങനെ കുറേ കാസ്റ്റുകൾ അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. അതിൻ്റെ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നും നോക്കാം. ഈഴവ, AZന് വരുന്നത് പെർസെൻറ്റേജ് വരുന്നത് 9%. മുസ്ലിം, MU 8%. അതർ ബാക്ക്വേർഡ് ഹിന്ദു, BH 3%. ലാറ്റിൻ കാത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ, LC 3%. ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, DV 2%. വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, PK, അതിന് വരുന്നത് 2%. കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ്, അതിന് വരുന്നത് 1%. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, BX, അതിന് വരുന്നത് 1%. കുടുംബി, അതിനും വരുന്നത് 1%. അങ്ങനെ 9, 8, 3, 3, 2, 2, 1, 1, 1. നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പെർസെൻറ്റേജുകൾ കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. ഈ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും അല്ലെങ്കിൽ ഈ ഓരോ കാസ്റ്റിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ആഡ് ചെയ്യുമ്പോഴാണ് SCBC കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന 30% എന്നത് കിട്ടുന്നത്. അല്ലാതെ ഞാൻ SCBCയുടെ അണ്ടറിലാണ്, എൻ്റെ കാസ്റ്റ് ഈഴവയാണ്, അതുകൊണ്ട് എനിക്ക് 30% സീറ്റുകൾ ലഭ്യമായിരിക്കുമെന്ന് വിചാരിക്കരുത്. അത് SCBC കാറ്റഗറിയുടെ ഹോൾ കാറ്റഗറിയാണ് ആ വരുന്നത്. അതിൻ്റെ അണ്ടറിൽ നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്ന് നോക്കുക, അതിന് എത്ര ശതമാനം ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട് എന്ന് നോക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു ഫോർമുലേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓരോ കാസ്റ്റിൻ്റെയും ഓരോ കമ്മ്യൂണിറ്റിയുടെയും പോപ്പുലേഷൻ അനുസരിച്ചുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി നാലാമതായിട്ട് വരുന്നതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇതിന് വരുന്നത് 10% ഡിസ്ട്രിബ്യൂഷനാണ്, 10% സീറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇതിൽ തന്നെ SCക്കാണ് 8% വരുന്നത്, STക്ക് 2%. അപ്പം അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ SC STക്കും 10 വീതം വരുന്നില്ല. SCക്ക് 8%, STക്ക് 2%. അതും അവിടെയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പോപ്പുലേഷൻ അനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു ഫോർമുലേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, പ്രീവിയസ് ആയിട്ടുള്ള LBSന്റെ സൈറ്റിൽ കയറി നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് തന്നെ സീറ്റ് കിട്ടിയത് എങ്ങനെയാണ്, ഒരു കാറ്റഗറിയുടെ ബേസിലും കൂടെ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറിയും വെച്ചിട്ട് നിങ്ങളുടെ സീറ്റ് അവൈലബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻബോക്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് മെൻഷൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തുടർന്നുള്ള നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ തുടർന്നുള്ള വീഡിയോയിൽ കൃത്യമായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ താങ്ക് യു.